കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ കണ്ട ഒരു കമൻ്റാണ്, ചേട്ടാ നിങ്ങളുടെ വീഡിയോസ് ഞാൻ എല്ലാ ദിവസവും കാണാറുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ ഒരു ഐഫോണാണ്, അപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടും കൂടി എന്തെങ്കിലുമൊക്കെ തരാമോ എന്ന്. ആൻഡ് ഫൈനലി ഐഫോൺ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. ഇന്ന് 10 ഐഫോണിലെ ഹിഡൻ ആയിട്ടുള്ള നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിരിക്കേണ്ട ട്രിക്കുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തത് വളരെ സിമ്പിളാണ്. അതായത് നിങ്ങൾ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യുന്നവരായിരിക്കും, നിങ്ങളുടെ കയ്യിൽ ഒരു ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ എടുത്ത് നോക്കാണ്ട്, അതായത് നമ്മൾ ആ മെസ്സേജ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന അറിയാൻ പറ്റും സീൻ എന്ന്. അങ്ങനെ സീൻ ആവാതെ എങ്ങനെ നിങ്ങൾക്ക് മെസ്സേജ് വായിക്കാം എന്നുള്ളതാണ്. ഇത് ആൻഡ്രോയിഡിൽ പറ്റില്ല, സോറി ആൻഡ്രോയിഡ് ഗൈസ്, ഐഫോണിൽ മാത്രമേ സാധിക്കുള്ളൂ. ജസ്റ്റ് മെസ്സേജ് എടുത്തതിന് ശേഷം ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്തിട്ട് റൈറ്റിലേക്കൊന്ന് ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ നമ്മുടെ കയ്യിൽ തന്നെ ആ ഒരു ചാറ്റ് നിന്നോളും. ജസ്റ്റ് നിങ്ങൾ ആ മെസ്സേജ് വായിച്ചതിന് ശേഷം ഡ്രാഗ് ചെയ്ത് സൈഡിലേക്ക് കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ആ ഒരു മെസ്സേജിങ് സെക്ഷനിലേക്ക് വന്ന് കിടക്കും. അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ ബി റോളിൽ കാണിക്കുന്നത് പോലെ അതേപടി തന്നെ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. 2-3 തവണ ചീറ്റിപ്പോവും, അതുകൊണ്ട് കുറച്ച് പ്രാക്ടീസ് വേണ്ട ഒരു കാര്യമാണ്. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ഐഫോണ് നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുണ്ടെന്നുള്ളത് ട്രാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനായിട്ട് നിങ്ങൾ ജസ്റ്റ് ഇത് ചെക്ക് ചെയ്യാനായിട്ട് ചെയ്യേണ്ടത് സെറ്റിങ്സിലേക്ക് പോവുക, എന്നിട്ട് പ്രൈവസിയിലേക്ക് പോവുക. പ്രൈവസിയിലേക്ക് പോയതിന് ശേഷം സിസ്റ്റം സർവീസസ് എന്ന് പറഞ്ഞൊരു ഭാഗം കാണിക്കും. ആ ഭാഗം എടുത്തതിന് ശേഷം സിഗ്നിഫിക്കൻറ്റ് ലൊക്കേഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ ഫോണിൽ ലാസ്റ്റായിട്ട് എവിടെയായിരുന്നു അല്ലെങ്കിൽ എവിടെയൊക്കെ പോയിട്ടുണ്ട് എന്നുള്ളതെല്ലാം റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. ലൈക്ക് നിങ്ങളുടെ അതായത് ഇത് അറിയാമെന്നുള്ളവന് നിങ്ങൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്ന് പക്കയായിട്ട് തൂക്കാൻ പറ്റും. നമ്മുടെ ഐഫോൺസിലെല്ലാം ഉള്ളൊരു പരിപാടിയാണ്, ഏത് ഇമേജ് വേണമെങ്കിലും ഏത് ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് ഹിഡൻ ആക്കി വെക്കാൻ പറ്റും, അതായത് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഹൈഡ് ചെയ്യുന്നത് വലിയ സംഭവമായിട്ട് കാണുന്നത് വേണ്ട. ഈ ഹൈഡ് ചെയ്യുന്ന സാധനം ഏറ്റവും താഴെ, ആൽബത്തിൽ ഏറ്റവും താഴെ ഹിഡൻ എന്ന് പറഞ്ഞിട്ട് ഹിഡൻ ആൽബം എന്ന് പറഞ്ഞിട്ട് കാണിക്കുകയും ചെയ്യും. അപ്പോൾ ഏത് പൊട്ടന് വേണമെങ്കിലും ആൽബം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഹിഡൻ സാധനങ്ങളും കാണാൻ പറ്റും. അങ്ങനെ നിങ്ങളുടെ ഹിഡൻ സാധനങ്ങൾ കാണണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സെറ്റിങ്സിലേക്ക് പോവുക, എന്നിട്ട് ഫോട്ടോസിലേക്ക് പോവുക. ഫോട്ടോസ് എടുത്തതിന് ശേഷം ഹൈഡ് ഹിഡൻ ആൽബം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഹിഡൻ ആൽബം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനെ കാണൂല. സ്റ്റിൽ നിങ്ങൾക്ക് എല്ലാ ഫോട്ടോയും ഈ ഹിഡൻ ആൽബത്തിലേക്ക് ഹൈഡ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ദൈവമേ, വല്ല മനസ്സിലായോ? എൻ്റെ കയ്യിൽ ആദ്യമായിട്ട് ഐഫോൺ കിട്ടിയ സമയത്ത് എൻ്റെ വീട്ടിൽ വൈഫൈ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ മൊബൈൽ ഡേറ്റയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ, ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് പോകുന്ന സമയത്ത് മൊബൈൽ ഡേറ്റ ഒരുമാതിരി വെള്ളം ഒഴിച്ച് കളയുന്നത് പോലെയാണ് പോണത്. ഇതിന് കാരണം ഇതിനകത്തുള്ളൊരു ചെറിയൊരു സെറ്റിങ്സ് ആണ്. ജസ്റ്റ് നിങ്ങളുടെ സെറ്റിങ്സിലേക്ക് പോയതിന് ശേഷം ജനറൽ എടുക്കുക, അതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. ആ ഓപ്ഷൻ എടുത്തതിന് ശേഷം വൈഫൈ ഓൺലി ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വൈഫൈ ഉള്ള സമയത്ത് മാത്രമായിരിക്കും ബാക്ക്ഗ്രൗണ്ട് ആപ്പ് റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങൾ യൂസ് ചെയ്യാത്ത ആപ്ലിക്കേഷൻ, ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് റിഫ്രഷ് ചെയ്യില്ല. അപ്പോൾ കുറച്ച് ഡേറ്റ മാത്രമേ നിങ്ങളുടെ ഇൻ്റർനെറ്റ്, അതായത് സിമ്മിൻ്റെ അകത്തുനിന്ന് എടുക്കുള്ളൂ. ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ഫോണ് സൈലൻ്റ് ആക്കേണ്ടി വന്നെന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഐഫോണിലൊരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ അമർത്തി നമ്മൾ സൈലൻ്റ് ആക്കും അല്ലേ. എന്നിട്ട് ഇതിനെ സൗണ്ട് മോഡിലേക്ക് എനേബിൾ ചെയ്യാൻ ചിലപ്പോൾ നിങ്ങൾ മറന്നു പോകാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള എമർജൻസി ആയിട്ടുള്ള വീട്ടിൽ നിന്നുള്ള കോളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിൻ്റെ കോളോ ബോയ് ഫ്രണ്ടിൻ്റെ കോളോ ഒക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ അത് ചിലപ്പം അറിയണമെന്നില്ല. അതിനൊരു പരിപാടിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുടെ കോൺടാക്റ്റ് എടുക്കുക. കോൺടാക്റ്റ് എടുത്തതിന് ശേഷം അതിനകത്ത് എഡിറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് അവിടെ റിംഗ് ടോൺ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എമർജൻസി ബൈപ്പാസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണ് സൈലൻറ്റിലാണെങ്കിലും ഈ കോൺടാക്റ്റിലുള്ളവർ വിളിച്ചു കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കും. ഓക്കെ, പൊതുവേ നിങ്ങൾ തിയേറ്ററിലൊക്കെ പോയിരിക്കുന്ന സമയത്തോ പബ്ലിക്കായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയിരിക്കുന്ന സമയത്ത് പാട്ടുകൾ കേൾക്കാറുണ്ട്. പൊതുവേ തിയേറ്ററിൽ പോകുമ്പോഴാണ് എനിക്ക് ഈ ഒരു സംഭവം ഉള്ളത്. നല്ല നല്ല പാട്ടുകൾ അതിനകത്ത് പ്ലേ ചെയ്യും. പക്ഷേ നമുക്ക് അറിഞ്ഞൂടായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ ട്രിവാൻഡ്രത്തെ ഏരിയസിലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല കിടിലൻ പാട്ടുകളൊക്കെയാണ് ഇടുന്നത്. ട്രാൻസ് ട്രാപ്പ് കൈൻഡ് ഓഫ് പാട്ടുകളൊക്കെ ഇടും. അപ്പോൾ ഇത് ഏതെന്ന് അറിഞ്ഞൂടാത്തൊരു പ്രശ്നമാണ്. ഇതിനായിട്ട് നിങ്ങളുടെ ഐഫോണിൽ ഒരു ചെറിയൊരു പരിപാടിയുണ്ട്. ജസ്റ്റ് ചെയ്യേണ്ടത് സെറ്റിങ്സിലേക്ക് പോവുക, എന്നിട്ട് കൺട്രോൾ സെൻറ്ററിലേക്ക് പോയതിന് ശേഷം മ്യൂസിക് റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് എപ്പോഴാണോ നിങ്ങൾ പാട്ട് കേൾക്കുന്നത് ജസ്റ്റ് നിങ്ങളെ കൺട്രോൾ സെൻറ്റർ താഴേക്ക് സ്വൈപ്പ് ചെയ്തതിന് ശേഷം അവിടുത്തെ ആ ഒരു ഷസാം ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഷസാം അല്ല, ഇതിനകത്ത് ഷസാം എന്ന ആപ്പിൻ്റെ ഒരു ബട്ടണാണ്. അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏതാണോ പാട്ട് അത് റെക്കഗ്നൈസ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കാൻ ചാൻസ് ഉള്ളൊരു ടിപ്പാണ്. അതായത് നിങ്ങൾക്കിപ്പോൾ ടൈപ്പ് ചെയ്യണം, നിങ്ങൾ വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് അയക്കാറുണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചാറ്റ് ചെയ്യാറുണ്ട്. ആ സമയത്ത് നിങ്ങളിപ്പോൾ ഒരു ബോർഡിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു നോട്ട്ബുക്കിലോ ഒക്കെ എഴുതിയിരിക്കുന്നത് അതേപടി നിങ്ങൾ ഒന്നിയിൽ ഫോട്ടോ എടുത്ത് അയക്കും. അപ്പോൾ അയാൾ പറയുകയാണ്, ഫോട്ടോ എന്ന് എനിക്ക് വേണ്ട, നീ അങ്ങോട്ട് ടൈപ്പ് ചെയ്ത് അയച്ചാണ്.
അങ്ങനെ ടൈപ്പ് ചെയ്ത് അയക്കാൻ പറഞ്ഞ് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നിങ്ങളുടെ കീബോർഡിൻ്റെ കർസറിൻ്റെ അവിടെ ഒന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് സ്കാൻ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് വരും. ആ സ്കാൻ ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ക്യാമറ ഓൺ ആവും. എന്നിട്ട് ആ ക്യാമറ എവിടെ പിടിച്ചു കഴിഞ്ഞാലും അവിടെ എഴുതിയിരിക്കുന്ന സാധനങ്ങൾ ടെക്സ്റ്റായിട്ട് ഇത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ അവിടെ കൊണ്ടുവന്ന് തരും. എന്നിട്ട് ജസ്റ്റ് സെൻഡ് ബട്ടൺ അമർത്തിയാൽ മതി. സ്ക്രീൻഷോട്ട് എടുക്കാത്തവരായിട്ട് ആരും തന്നെ കാണില്ല. അപ്പോൾ പല വെബ് പേജിൻ്റെയും സ്ക്രീൻഷോട്ടുകൾ നിങ്ങൾ എന്താണ് ചെയ്യണത്? ഓരോന്നായിട്ട് എടുക്കുമല്ലേ? അതിനൊന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ ഐഫോണിൽ ഏത് വെബ് പേജാണോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് ചെയ്യേണ്ടത് അത് ഓപ്പൺ ആക്കുക. ആദ്യം ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ആ സ്ക്രീൻഷോട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഫുൾ പേജ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണിക്കും. ആ ഫുൾ പേജ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആ സെർച്ച് റിസൾട്ടിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വെബ് പേജിൻ്റെ മുകളിൽ തൊട്ട് താഴെ വരെ നിങ്ങൾക്ക് കാണിക്കും. ജസ്റ്റ് അതിനെ നിങ്ങൾക്ക് PDF ആയിട്ട് വേണമെങ്കിലും എക്സ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കോ ഫ്രണ്ട്സിനോ ആർക്ക് വേണോ അയക്കാവുന്നതാണ്. റൈറ്റ്. നിങ്ങൾ ഇൻസ്റ്റഗ്രാമിലോ വെബ് പേജിലോ എന്തിലോ ആവട്ടെ സ്ക്രോൾ ചെയ്ത് താഴെ വരെ എത്തി. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഒന്ന് മേളിൽ വരെ പോകണമെന്ന്. അപ്പോൾ എന്താണ് നോർമലി ചെയ്യുന്നത്? ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ, മേളിലെത്തുന്നവരെ. ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ആ ഒരു ക്ലോക്കില്ലേ, അതായത് സമയം എഴുതി കാണിക്കുന്നില്ലേ, അവിടെ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താൽ മതി. ഷുറെന്ന് പറഞ്ഞിട്ട് മേളിൽ വരെ കൊണ്ടെത്തിച്ചേരും ഐഫോൺ. ഇനിയുള്ളത് കുറച്ച് മേ ബി കോൺട്രവേഴ്സി ആയേക്കാവുന്നതാണ്. അതായത് ഐഫോണിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പല ആപ്ലിക്കേഷൻസും ഓപ്പൺ ആക്കി ഇട്ടിരിക്കും അല്ലേ, അതുകൊണ്ട് ഇതേപോലെ ആപ്ലിക്കേഷൻസ് എല്ലാം ഓപ്പൺ ആക്കി ഇട്ടേക്കാം. ഇതിനെ ഫോഴ്സ് ക്ലോസ് ചെയ്യാനായിട്ട് പാടില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ വെബ്സൈറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ ഫോഴ്സ് ക്ലോസ് ചെയ്യുന്ന സമയത്താണ് കൂടുതലായിട്ട് പ്രോസസ്സിംഗ് പവറും അതുപോലെ തന്നെ ബാറ്ററിയും യൂസേജ് വരുന്നത്. അതുവരെ ഇതിനെ ഒരു ഐഡിൽ സ്റ്റേജിൽ അല്ലെങ്കിൽ ഒരു ഉപയോഗവും ഇല്ലാത്ത സ്റ്റേജിൽ ഈ ആപ്ലിക്കേഷൻ എല്ലാം നമ്മുടെ ഐഫോൺ തന്നെ കൊണ്ടുവന്ന് ഒരിടത്ത് ഇങ്ങനെ അനക്കാണ്ട് വെച്ചിരിക്കുകയാണ്. അതിനെ പോയി നിങ്ങൾ ക്ലോസ് ചെയ്ത് കളയുന്ന സമയത്ത് വീണ്ടും അവിടെ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ആവുകയാണ്. അങ്ങനെയാണ് ബാറ്ററി കുറയുന്നത്. ഇതിങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ കിടന്നു എന്ന് പറഞ്ഞിട്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇനി മുതൽ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐഫോണിൻ്റെ ഒരു 10 ട്രിക്കുകൾ എന്ന് പറയുന്നത്. ഈ 10 ട്രിക്കിൽ 8 എണ്ണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, 8 എണ്ണമെങ്കിലും നിങ്ങൾക്ക് പുതിയൊരു അറിവാണ് കൊണ്ട് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റും ഇടുക, ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രൈബ് എനിക്ക് ഒരുപാട് വാല്യുബിൾ ആണ്. കാരണം ഒന്നും ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ വീഡിയോ കാണുന്ന 94% ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണില്ല. അവർ ചുമ്മാ ഒന്ന് വീഡിയോ കണ്ടിട്ട് പോവാണ്. നിങ്ങൾ ആ ഒരു ചുവന്ന ബട്ടൺ ഒന്ന് നോക്കുക. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ 1 മില്യൺ അടിക്കാറായി, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ, അടുത്തൊരു ആപ്പ് സീരീസ്, അടുത്തൊരു ഗെയിം സീരീസിൽ, അടുത്തൊരു റിവ്യൂ വീഡിയോയിൽ, അടുത്തൊരു കിടിലം വീഡിയോയിൽ വീണ്ടും കണ്ടുപിടുന്നതായിരിക്കും. ബൈ, താങ്ക് യു.